Hello students, we'll go through the remaining few problems. So next is example 13. So I didn't note the page. Page so it is the question is for any two events A and B, prove that P of A intersection B dash union A dash intersection B is equal to P of A plus P of B minus 2 into P of A intersection B. That's the question. For any two events A and B, prove that P of A intersection B dash union A dash intersection B is equal to P of A plus P of B minus 2 into P of A intersection B. Almost ഒരു addition theorem look ഉണ്ട്, but it's not the original addition theorem. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ച്വലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ അതിനു മുന്നേ വി ക്യാൻ കം ടു ദർ യൂഷ്വൽ വെൻ ഡയഗ്രാം. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. വി ഹാവ് ഓൾറെഡി സീൻ ഇറ്റ് മെനി ടൈംസ്. രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോർഷൻ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് എയിലുണ്ട്, ബിയിലില്ല. സോ ഇറ്റ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇവിടെ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഈ പോർഷൻ ബിയിലുണ്ട്, എയിലില്ല. സോ ഇറ്റ് ഇസ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. നമുക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി ഡാഷും ബി ഇൻ്റർസെക്ഷൻ എ ഡാഷും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. ഓൾസോ അതേപോലെ വി ഹാവ് ഓൾറെഡി യൂസ് ദിസ്. ഈ ഒരു ഈവൻറ്റ് എ എന്ന് പറയുന്നത് രണ്ട് പാർട്ടിൻ്റെ മറ്റ് രണ്ട് ഇവൻറ്റ്സിൻ്റെ യൂണിയനാണ്. ഏതൊക്കെയാണ്? നമ്മളുടെ ഈ ഒരു ആർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിൻ്റെയും ഈ പോർഷൻ്റെയും കൂടെ യൂണിയനാണ് എ. അതേപോലെ ബി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പോർഷൻ എ ഇൻ്റർസെക്ഷൻ ബിയുടെയും പിന്നെ ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷിൻ്റെയും കൂടെ യൂണിയനാണ് ബി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പല റിസൾട്ടിലും ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ ഉപയോഗിച്ചാണ് ഈ റിസൾട്ടും പ്രൂവ് ചെയ്യുന്നത്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഫസ്റ്റ് ഇസ് ഐ എം ഗോയിങ് ടു സേ ദാറ്റ് A is the union of A intersection B dash and A intersection B, where A intersection B dash and A intersection B are mutually exclusive. അല്ലേ? A intersection B ഡാഷിനും A intersection Bക്കും കോമൺ ആയിട്ട് യാതൊന്നുമില്ല. So A is equal to A intersection B dash union A intersection B, where these two events are disjoint. So taking probability on both sides, we have probability of A is equal to probability of A intersection B dash union A intersection B, and by axiom 3 ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ഫ്രം ആക്സിയം 3 എനിക്ക് അതിൻ്റെ പ്രോബിലിറ്റീസിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ വാട്ട് ഐ ഹാവ് ഇസ് പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു P of A intersection B dash plus P of A intersection B. അതിൽ നിന്ന് what is P of A intersection B dash? It is equal to P of A minus P of A intersection B. അതാണ് എഴുതിയേക്കുന്നത്. P of A intersection B dash is equal to P of A minus P of A intersection B, and I am taking it as equation 1. ഇനി അതേപോലെ B എന്ന് പറഞ്ഞ ഇവൻറ്റ് നോക്കുമ്പം B is the union of A intersection B and B intersection A dash. ഈ region is ബിയിലുണ്ട്, എയിലില്ല. സോ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. സോ ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ജോയിൻ്റ് ആണ്. ആക്സിയം 3 ഉപയോഗിച്ച് രണ്ട് സൈഡിലും പ്രോബിലിറ്റി എടുത്താൽ I will get P of B is equal to P of B intersection A dash plus P of A intersection B by axiom 3. So from this, what is P of B intersection A dash? B intersection A dash is equal to P of B minus P of A intersection B. So P of A intersection B dash is equal to P of A minus P of A intersection B എന്നുള്ളത് equation 1. P of B intersection A dash is equal to P of B minus P of A intersection B എന്നുള്ള ഇത് equation 2. ഇനി നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്. So now consider P of A intersection B dash union A dash intersection B. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. എഗെയിൻ നോക്കൂ, A intersection B dash എന്ന് പറയുന്നത് ഏതാണ്? ഈ ആർക്കിൻ്റെ ഇത്രയും ഭാഗമാണ് A intersection B dash. B intersection A dash എന്ന് പറയുന്നത് ആർക്കിൻ്റെ ഇത്രയും ഭാഗമാണ്. അത് രണ്ടും എഗെയിൻ ഡിസ്ജോയിൻ്റ് ആണ്. സോ ബൈ ആക്സിയം 3 I can split this as P of A intersection B dash plus P of A dash intersection B.
ഇതിൻ്റെ വാല്യൂ ആണ് ഇക്വേഷൻ 1 തരുന്നത്, ഇതിൻ്റെ വാല്യൂ ആണ് ഇക്വേഷൻ 2 തരുന്നത്. സോ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 ഐ ഹാവ്, ഇതിന് പകരം നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിന് പകരം അതിൻ്റെ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ വിച്ച് ഇസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് 2 into p of a intersection b, hence the proof. So ഇതാണ് ആ റിസൾട്ടിൻ്റെ proof. So hence the proof. That is example 13. അടുത്ത we are going into example 14. So what example 14 says is that if p of a is equal to 0.3 and p of b is equal to 0.2 and p of a intersection b equal to 0.1, find the probability that exactly one of the events will happen. If p of a equal to 0.3, p of b equal to 0.2 and p of a intersection b equal to 0.1, find the probability that exactly one of the events will happen. Exactly one of the events എന്തായിരുന്നു? ഓൾറെഡി ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്തതാണ്. Exactly one means എ ഉണ്ട്, ബി ഇല്ല, ബി ഉണ്ട്, എ ഇല്ല. കണക്ട് ചെയ്യുന്നത് ഓർ. സോ ഇറ്റ് ഈസ് എ ആൻഡ് നോട്ട് ബി ഓർ ബി ആൻഡ് നോട്ട് എ. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. നമ്മൾ ഓൾറെഡി ഈ സെയിം സാധനത്തിൻ്റെ പ്രോബിലിറ്റിയാണ്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഈ റിസൾട്ടിൽ കണ്ടുപിടിച്ച് വെച്ചത്. നമുക്ക് വേണേൽ ഡയറക്റ്റായിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേണ്ടുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ആണ്. ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. സോ ബൈ ആക്സിയം 3 നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് പ്ലസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് നേരത്തെ തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ യൂസ് ചെയ്ത അതേ കാര്യം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇസ് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അടുത്തത് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ഇസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ആ രണ്ട് കൺസെപ്റ്റും അവിടെ യൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് റിസൾട്ട് കാണാതെ ഓർത്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ദിസ് ഇസ് ഈക്വൽ ടു ദിസ് എന്നിട്ടിട്ട് പി ഓഫ് എയുടെയും പി ഓഫ് ബിയുടെയും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഞാൻ ആ പ്രൂഫിൻ്റെ അതേ മെത്തേഡിൽ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷിന് പകരം പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി. ബി ഇൻ്റർസെക്ഷൻ എ ഡാഷിന് പകരം പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി. എന്നിട്ട് അതിന് എല്ലാത്തിനും അതിൻ്റെ വാല്യൂസ് കൊടുത്തു. പി ഓഫ് എ 0.3, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.1, പി ഓഫ് ബി 0.2, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0.1 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം യു ഗെറ്റ് ദി ആൻസർ. അടുത്തത് എക്സാമ്പിൾ 16 ആണ്. പേജ് നമ്പർ J22. The question is, suppose that A, B, C are events such that P of A equal to P of B equal to P of C equal to 1/4, P of A intersection B equal to P of C intersection B equal to 0 and P of A intersection C equal to 1/8. Evaluate P of A union B union C. ഇന്നോട്ട് ക്വസ്റ്റ്യൻ നോക്കി. 3 ഇവൻസിൻ്റെ കേസാണ്. സപ്പോസ് ദാറ്റ് എ ബി സി ആർ ഈവൻസ് സച്ച് ദാറ്റ് പി ഓഫ് എയും പി ഓഫ് ബിയും പി ഓഫ് സിയും മൂന്നും ഈക്വൽ ആണ്. മൂന്നിൻ്റെയും വാല്യൂ 1/4 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും പി ഓഫ് സി ഇൻ്റർസെക്ഷൻ ബിയും 0 ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സിയുടെ വാല്യൂ 1/8 ആണ്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്തായിരുന്നു? ഇറ്റ് വാസ് ദി അഡീഷൻ തിയറം ഫോർ 3 events. എന്തായിരുന്നു പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ എക്സ്പാൻഷൻ? പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് എ ബി മൈനസ് പി ഓഫ് എ സി മൈനസ് പി ഓഫ് ബി സി പ്ലസ് പി ഓഫ് എ ബി സി. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു വിൽ ഗെറ്റ് ദ വാല്യൂ. എന്തൊക്കെയാണ് ഗിവൺ നോക്കൂ. പി ഓഫ് എ തന്നിട്ടുണ്ട് ഇവിടെ, പി ഓഫ് ബി ഉണ്ട്, പി ഓഫ് സി ഉണ്ട്, പി ഓഫ് എ ബി ഉണ്ട്, പി ഓഫ് എ സി ഉണ്ട്, പി ഓഫ് ബി സി ഉണ്ട്. ആകെ ഇല്ലാത്ത സാധനം പി ഓഫ് എ ബി സി ആണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 3 ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദ വെൻ ഡയഗ്രം വിൽ ബി ലൈക്ക് ദിസ്.
അതിൽ 3 ഇവൻസിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ വരുന്ന ഈ പാർട്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന റീജിയൻ. സോ ഈ എ ബി സി എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആക്ച്വലി എ ബിയുടെയും സബ്സെറ്റാണ്, ബി സിയുടെയും സബ്സെറ്റാണ്, എ സിയുടെയും സബ്സെറ്റാണ്. ശരിയല്ലേ? ബിക്കോസ് ആ പാർട്ട് ആ 3 എണ്ണത്തിനും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാമല്ലോ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ കേട്ടോ. കാരണം ഈ ഇക്വേഷൻ 1-ൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമുക്കില്ലാത്തത്, ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂടെ കിട്ടിയാൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് വാട്ട് ഈസ് ആസ്ക്ഡ്. അതുകൊണ്ട് പി ഓഫ് എ ബി സിയുടെ വാല്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ പറയുന്ന ലോജിക്ക് ഇതാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന ഈ പാർട്ട് എ ബി അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള ഇതിൻ്റെ സബ്സെറ്റാണ്. ഇത്രയും പാർട്ടിൻ്റെ സബ്സെറ്റാണ് ഇത്. ദാറ്റ് ഈസ് എ ബി സി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ബി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പഴയ റിസൾട്ട് വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് എ ബി സി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ബി. ശരിയല്ലേ? പക്ഷേ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ബി? പ്രോബബിലിറ്റി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് പി ഓഫ് എ ബി സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരിക്കലും ലെസ് ദാൻ 0 ആവാൻ പറ്റില്ല. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് പി ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് എ ബി സിയുടെ പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷനകത്തെ എല്ലാ ടേംസിൻ്റെയും വാല്യൂ ആയി. ഇനി അതെല്ലാം ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓൾ ദി വാല്യൂസ് ഇൻ ഇക്വേഷൻ 1 ഓരോന്നിനും എക്ക് പകരം 1/4, ബിക്ക് 1/4, സിക്ക് 1/4 അങ്ങനെ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വി ഗെറ്റ് ദി ആൻസർ ആസ് 5/8. സോ അതാണ് ഇവിടെ ആകെ ഉപയോഗിക്കുന്ന ലോജിക്ക് ഇത്രയേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന ഈ പോർഷൻ എ ബി എന്ന് പറഞ്ഞ പോർഷൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഒന്ന് മറ്റതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ചെറിയ സെറ്റിൻ്റെ പ്രോബിലിറ്റി വലിയ സെറ്റിൻ്റെ പ്രോബിലിറ്റിയെക്കാട്ടിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. സോ പി ഓഫ് എ ബി സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ബി. പി ഓഫ് എ ബി ഈസ് 0. അപ്പോൾ ലെസ് ദാൻ 0 എന്ന് ഒരിക്കലും പ്രോബിലിറ്റിക്ക് വാല്യൂ എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് പി ഓഫ് എ ബി സി ഈക്വൽ ടു 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഗെറ്റ് ദി ആൻസർ. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ 16. അടുത്തത് ഇറ്റ് ഈസ് എക്സാമ്പിൾ 17. അതൊരു അല്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു പ്രോബ്ലമാണ്. ആക്ച്വലി ഇതെല്ലാം തന്നെ ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ആക്ച്വലി വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ലിസൺ ടു ദ വീഡിയോ, യു ഹാവ് ടു ഗോ ത്രൂ ദ എക്സാമ്പിൾസ് ആൻഡ് ദെൻ യു ഹാവ് ടു ട്രൈ ഔട്ട് എക്സസൈസസ്. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ 17ലേക്ക് പോകാം. ഇത് വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ്. ആൻ എക്സ്പെരിമെൻറ്റ് ലീഡ്സ് ടു 4 ഔട്ട്കംസ് വിത്ത് പ്രോബബിലിറ്റീസ് ഓഫ് കറസ്പോണ്ടിങ് ഇവൻറ്റ്സ് ആസ് ഗിവൺ ബിലോ. ഔട്ട്കം 1, 2, 3, 4, പ്രോബബിലിറ്റി 0.2, 0.3, 0.1, 0.4. ഒന്നുകൂടെ പറയാം. ആൻ എക്സ്പെരിമെൻറ്റ് ലീഡ്സ് ടു 4 ഔട്ട്കംസ്. ഒരു എക്സ്പെരിമെൻറ്റ്സിന് 4 ഔട്ട്കം ഉണ്ട്. ആ ഔട്ട്കത്തിന് അവർ കൊടുത്തേക്കുന്ന പേരാണ് 1, 2, 3, 4. ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.2, ഇതിൻ്റെ പ്രോബബിലിറ്റി 0.3, 0.1, 0.4. ലെറ്റ് എ ബി സി 3 സെറ്റ്സ് ഡിഫൈൻ ചെയ്തേക്കാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 അല്ലെങ്കിൽ 3 ഇവൻറ്റ്സ് ഡിഫൈൻ ചെയ്തേക്കാണ്. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 3, 4. സി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 4. ഒബ്റ്റെയിൻ ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഈ രീതിയിൽ എയും ബിയും സിയും ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവൻറ്റ്സിൻ്റെ താഴെ കിടക്കുന്ന ഇവൻറ്റ്സിൻ്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവൻറ്റ്സ് സെറ്റ്സിൻ്റെ ഫോമിൽ തന്നേക്കാണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താ? യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എ ബി ഓർ ബി സി ഓർ സി എ. ഇവിടെ എയും ബിയും സിയും എല്ലാം സെറ്റ്സ് ആയതുകൊണ്ട് എ ബിയും ബി സിയും സി എയും ഒക്കെ നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് സെറ്റിൻ്റെ ഫോമിൽ തന്നെ കണ്ടുപിടിക്കാമല്ലോ. കാരണം എ ബി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഈസ് സെറ്റ് 1, 2, 3, ബി ഈസ് സെറ്റ് 2, 3, 4. അപ്പോൾ എന്താണ് എ ബി? എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? രണ്ടിനും കോമൺ ആയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? 2, 3 അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഗിവൺ തിങ്സ് എന്ന് പറയുന്നത് ആകെയുള്ള ഔട്ട്കംസ് 1, 2, 3, 4 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പിൾ സ്പേസിനെ സെറ്റ് 1, 2, 3, 4 എന്ന് പറയാം. എ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, ബി 2, 3, 4, സി 1, 3, 4. സോ
എ ബി എന്ന് വെച്ചാൽ എല്ലാം എ ബി ബി സി എന്നൊക്കെയാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ എ ബിയും ബി സിയും സി എയും ഇങ്ങനെ കണ്ടുപിടിച്ച് വയ്ക്കാം. എ ബി മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ സെറ്റ് ഇൻ്റർസെക്ഷൻ ഈ സെറ്റ് എന്ന് പറയുന്നത് കോമൺ ടേംസ് മാത്രം എടുത്ത് എഴുതുക. കോമൺ ടേംസ് വെച്ചാൽ 2 3 ആണ്. സോ എ ബി ഈസ് സെറ്റ് 2 3. എന്താണ് ബി സി? ബി എന്ന് പറയുന്നത് 2 3 4 ആണ്. സി എന്ന് പറയുന്നത് 1 3 4 ആണ്. സോ വാട്ട് ഈസ് ബി സി? രണ്ടിനും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? സെറ്റ് 3 4. അതേപോലെ എ സി എന്ന് പറയുന്നത് എന്താ? എ സി ഇസ് എക്ക് 1 2 3, ഇത് 1 3 4. സോ എ സി എന്ന് പറയുന്നത് 1 3. ഇനി നമുക്ക് ഒരു സെറ്റ്സിൻ്റെ ഫോമിലാവുമ്പോൾ അതിൻ്റെ ഇത് ഇങ്ങനത്തെ ഇവൻറ്റ്സ് ഒക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് ഒന്നാമത്തേൻ്റെ സബ് ക്വസ്റ്റ്യൻ എടുക്കാം. നമ്പർ 1, പ്രോബബിലിറ്റി ഓഫ് എ ബി ഓർ ബി സി ഓർ സി എ. ദാറ്റ് ഈസ് എ ബി ഓർ ബി സി ഓർ സി എ. ഓർ എന്ന് വെച്ചാൽ എന്താണ്? ഇവൻറ്റ്സിൻ്റെ കേസിൽ ഓർ മീൻസ് ഇറ്റ് ഇസ് യൂണിയൻ. സോ ഇറ്റ് മീൻസ് എ ബി യൂണിയൻ ബി സി യൂണിയൻ സി എ. നമ്മുടെ കയ്യിൽ എ ബിയും ബി സിയും സി എയും 3 സെറ്റ്സും ഉണ്ട്. മൂന്നിൻ്റെയും കൂടെ യൂണിയൻ എന്ത് വരും നോക്കൂ? 2 3 3 4 1 3. അതായത് യൂണിയൻ എടുക്കുമ്പം 1 2 3 4 എല്ലാ ഇവൻറ്റ്സും ഉണ്ട്. ഇറ്റ് ഇസ് സെറ്റ് 1 2 3 4. സോ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെറ്റ് 1 2 3 4? 1 2 3 4 തന്നെയല്ലേ നമ്മുടെ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1. സോ പി ഓഫ് 1 2 3 4 ഇസ് ഈക്വൽ ടു പി ഓഫ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, എ ബി ബട്ട് നോട്ട് ബി സി. എ ബി ബട്ട് നോട്ട് ബി സി എന്ന് വെച്ചാൽ എന്താണ്? ബട്ട് നോട്ട് എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്റ് ആണ്. സോ എ ബി ബട്ട് നോട്ട് ബി സി മീൻസ് പ്രോബബിലിറ്റി ഓഫ് എ ബി ആൻഡ് നോട്ട് ബി സി. നോട്ട് ബി സി എന്ന് വെച്ചാൽ ബി സി കോംപ്ലിമെൻറ്റ്. സോ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ബി ഇൻ്റർസെക്ഷൻ ബി സി കോംപ്ലിമെൻറ്റ്. ഓക്കെ, എ ബി ഇൻ്റർസെക്ഷൻ ബി സി കോംപ്ലിമെൻറ്റ്. എന്നിട്ട് ആദ്യം നമ്മൾ ബി സി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും നോക്കൂ. ഇതാണ് ബി സി. ഇത് ബി സി ആണെങ്കിൽ ഇത് ബി സി ആണെങ്കിൽ വാട്ട് ഈസ് ബി സി കോംപ്ലിമെൻറ്റ്? ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ സാമ്പിൾ സ്പേസിലുണ്ട്, ഇതിലില്ല അല്ലേ? ബി സിയിൽ ഇല്ലാത്തതും സാമ്പിൾ സ്പേസിലുള്ളതുമായിട്ടുള്ളതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. സോ ബി സിക്കകത്ത് 3 4 ഉണ്ട്. അപ്പോൾ ബി സി കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? സെറ്റ് 1 2 ആയിരിക്കും. സോ എ ബി ഇൻ്റർസെക്ഷൻ ബി സി കോംപ്ലിമെൻറ്റ്. എ ബിക്ക് പകരം ആ സെറ്റ് എഴുതി. ബി സി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് 1 2 ആണ്. രണ്ടിനും കോമൺ ആയിട്ടുള്ളത് സെറ്റ് 2 ആണ് അല്ലേ? 2 ആണ് കോമൺ ആയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 2. എന്തായിരുന്നു പ്രോബബിലിറ്റി ഓഫ് 2 ഇൻ ക്വസ്റ്റ്യൻ? 2യുടെ പ്രോബബിലിറ്റി ഈസ് 0.3. സോ അതാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.3. ഇനിയും അതിൻ്റെ മൂന്നാമത്തെ ലാസ്റ്റ്, എ ബി ഓർ ബി സി ബട്ട് നോട്ട് സി എ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഓറിനും ആൻഡിനും ഒക്കെ അതിൻ്റെതായ നൊട്ടേഷൻസ് യൂസ് ചെയ്യണം. എ ബി ഓർ ബി സി ബട്ട് നോട്ട് സി എ എന്ന് വെച്ചാൽ എന്താ? എ ബി യൂണിയൻ, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. സോ എ ബി യൂണിയൻ ബി സി ബട്ട് നോട്ട് സി എ എന്ന് വെച്ചാൽ ആൻഡ് നോട്ട് സി എ എന്നാണ്. ആൻഡ് എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ, നോട്ട് സി എ എന്ന് പറയുന്നത് സി എ കോംപ്ലിമെൻറ്റ്. സോ ഇറ്റ് ഈസ് എ ബി യൂണിയൻ ബി സി ഇൻ്റർസെക്ഷൻ സി എ കോംപ്ലിമെൻറ്റ്. എ ബി എന്ന് പറയുന്നത് 2 3 ആണ്. ബി സി എന്ന് പറയുന്നത് 3 4 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എന്ത് വരും? 2 3 4. ഇൻ്റർസെക്ഷൻ സി എ അല്ലെങ്കിൽ എ സി എന്ന് പറയുന്നത് 1 3 ആണ്. അപ്പോൾ എ സി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഇതിനകത്ത് 1 3 ഒഴികെ ഇതിനകത്ത് ഏതൊക്കെയുള്ളത്? 2 4. സോ എ സി കോംപ്ലിമെൻറ്റ് ഇസ് 2 4. രണ്ടിനും കോമൺ ആയിട്ട് ഇനി എന്തൊക്കെയുണ്ട്? സെറ്റ് 2 4. ആക്ച്വലി കോമ ആയിട്ട് ഇങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ പ്രോബിലിറ്റി എടുക്കുമ്പോൾ പ്രോബിലിറ്റി സം ചെയ്യുക എന്നാണ് അർത്ഥം. കോമ മീൻസ് ഇറ്റ് ഇസ് ഓർ. അതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് സെറ്റ് 2 4 ഇസ് ആക്ച്വലി പ്രോബിലിറ്റി ഓഫ് 2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 4. എന്തായിരുന്നു പ്രോബിലിറ്റി ഓഫ് 2? ഇറ്റ് വാസ് 0.3 ആൻഡ് പ്രോബിലിറ്റി ഓഫ് 4 ഇസ് 0.4. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ പ്രോബിലിറ്റി ആഡ് ചെയ്യുമ്പം 0.3 plus 0.4 which is 0.7. So that is example 17. We'll go through the remaining problems in the next video. So study all the problems well. Bye.